السلام عليكم ورحمة الله وبركاته. إفادة حديث كلاس بيمون. إن الله تعالى قد حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ടാക്കുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹുടെ വജ്ഹ് ഉദ്ദേശിച്ചിട്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊന്നെങ്കിൽ അവനുക്ക് അല്ലാഹു നരക ഹറാമാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയ ഹദീസാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ല ദിക്ർ, ആ ദിക്ർ അല്ലാഹുടെ വജ്ഹ് ഉദ്ദേശിച്ചിട്ട് ചൊന്നെങ്കിൽ അതൊക്കെ വലിയ പ്രതിഫലം ഉണ്ടുണ്ടാണ് ഈ ഹദീസിൽ നബി തങ്ങൾ പഠിപ്പാട്ടിയുണ്ടുള്ളത്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുടൊട്ടിക്ക് കേടുത്ത് യാ റബ്ബി അല്ലിംനി ഷൈഅൻ അദ്കുറുക ബിഹി, അള്ളാഹുവെ നിന്റെ സ്മരിക്കുക അവിടേക്കത്ത് നല്ല ദിക്ർ നീ ഒന്നൊക്കെ പഠിപ്പാട്ടി തരണു. അപ്പൊ അള്ളാഹ് ചൊന്ന നീ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ല ദിക്ർ ചൊന്നോണ്ടിക്കോറു. അപ്പൊ മൂസ നബി അലൈഹി സ്വലാം ചൊന്തു നബി അള്ളാഹുവെ കുല്ലു ഇബാദിക യഖൂലു ഹാദാ ഇന്നമാ ഉരീദു ഷൈഅൻ തഖുസ്സുനി ബിഹി, എല്ലാ നിന്റെ അടിമങ്ങ ഈ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ല ദിക്ർ ചൊല്ലറല്ല റബ്ബെ, അതുകൊണ്ട് ഞാൻ ഒരു പ്രൈവറ്റ് എക്സ്ട്രാ സ്പെഷ്യൽ ദിക്ർ നക്ക് നീ ചൊന്തറന്നു, ആരും ചൊല്ലാത്തൊരു ദിക്ർ. അപ്പൊ അള്ളാഹ് ചൊന്ന മറുപടി യാ മൂസ ലൗ അന്ന സമാവാതി സബ്അ വആമിറഹുന്ന ഗൈരി വൽ അർളീന ജുഇലത് ഫീ ഖഫത്തിൻ വലാ ഇലാഹ ഇല്ലല്ലാഹു ഫീ ഖഫത്തിൻ ലമാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസാ നബിയെ 7 ആകാശ അതിലുള്ള ആൾമാർ ഭൂമി അതെല്ലാം ഒരു തട്ടില് തിലാസിലെ ഒരു തട്ടിലാക്കിത്ത് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലെതിരെ തിരാസിലെ വേറൊരു തട്ടിലാക്കിയെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലെ ആ ദിക്ർക്ക് ഭാര കൂടും ചൊന്നിട്ടു. അപ്പൊ അത്രയും പവർ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ല ദിക്ർ കൊണ്ടു. നാനും നന്റെ മുൻഗാമികളായ സ്വാലിഹീങ്ങ മഹാന്മാർ ചൊന്നതിൽ ഏറ്റവും വലിയ അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, നാനും നന്റെ മുൻഗാമികളായ ആൾമാർ ചൊന്നതിൽ ഏറ്റവും ഖൈറായ ദിക്ർ ഏതെന്ന് കേട്ടെങ്കിൽ അത് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ല ദിക്റായിട്ട് കിടണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയത്. ഖുർആനിൽ ചൊന്നതല്ല, ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ല ദിക്ർ ഖുർആനിലേ ഉണ്ട്. അപ്പൊ ഏറ്റവും നല്ല ദിക്റാണ് ഖുലു ഖൈറാൻ ചൊന്നില്ലേ, ഖൈർ നിങ്ങൾ ചൊല്ലണം, മരിച്ചവിടെ പോയെങ്കിൽ ഖൈർ ചൊല്ലണം. ഖൈറായ ദിക്ർ ഏത്? ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലത് ഖൈറായ ദിക്റാണ്. ആ ഖൈറായ ദിക്ർ ആരെ ചൊന്നോണ്ടിക്ക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങമേ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ല ദിക്ർ കുറേ മഹത്വം ചൊന്നറും. ഒരാൾ 100 വട്ട ലാ ഇലാഹ ഇല്ലല്ലാ ചൊന്നെങ്കിൽ ഖിയാമത്ത് നാളിൽ അവന് ബറുമ്പ അവന്റെ മുഖ ചന്ദ്രടെ പോലെ ലൈലത്തുൽ ബദർ ഹുണ്ണിമയ രാത്രിയുള്ള ചന്ദ്രടെ പോലെ നല്ല തിളങ്ങിയോണ്ടിക്കൂ. അത്രയും വലിയ മഹത്വ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ല ആളുകൊണ്ടു. അഫ്ളലു ദിക്ർ ഏതിന് കേട്ടെങ്കിൽ, ദിക്റിന്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ദിക്ർ ഏതിന് കേട്ടെങ്കിൽ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ഉത്തരാണ് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ല ദിക്ർ. അതുപോലെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ ചെമ്മ ചൊന്നോണ്ടിരിക്കണം. അതുപോലെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ല ദിക്ർ യാറെ നിങ്ങൾ ആക്കണുണ്ട് നബി തങ്ങൾ പഠിപ്പാട്ടിട്ട്. കാരണം എന്തേ, ഇബ്ലീസ് അവന് ഭയങ്കര ബേജാറാണ്. ഇബ്ലീസ് ചൊല്ലുന്നതിനെ ചൊന്നെങ്കിൽ മനുഷ്യന്മാരെല്ലാം ദോഷാക്കുവട്ടിയെന്നാണ്, അങ്ങനെ തപ്പുലേബുൾ വാട്ടുന്നതാണ് എപ്പം നോക്കിയത്. പക്ഷെ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ ചൊന്നിട്ട് നന്റെ ഹലാക്കാക്കിയാർ, ഇസ്തിഗ്ഫാർ ചൊന്നിട്ട് നന്റെ ഹലാക്കാക്കിയാർ. അതുകൊണ്ട് ഇബ്ലീസ് ഏറ്റവും അർസമുള്ളെങ്കിത്തൊരു ബിസിയാണ് മുഅ്മിനായ ആള് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലത്, മുഅ്മിനായ ആള് ഇസ്തിഗ്ഫാർ ചൊല്ലത്. അപ്പൊ ഈ ദിക്ർ ഇബ്ലീസിക്ക് വലിയ അർസാണ്. അതുകൊണ്ട് നിങ്ങൾ ചെമ്മ ചൊല്ലറുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ അല്ലാഹു തആലയുടെ സ്മരിക്കലങ്കത്തെ ഈ ദിക്ർ ചൊല്ലണം ചെന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി എനിക്ക് ഹദീസിലുണ്ട്. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാ ദിക്ർക്ക് കുറെ മഹത്വം ചെന്നെങ്കത്തെ ഇമാമിങ്ങളുള്ളാർ. മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരാളെ റൂഹ് പിടിക്കോ വന്ന് അവന്റെ അവയവെല്ലാം കീറി നോക്കുമ്പോ ഖൈറായ ഒരു അമലും അവനിൽ കാണേയില്ല. അങ്ങനെയല്ല, സുബ്ഹാനല്ലാഹ്, ലാസ്റ്റ് അവന്റെ താടിയിൽ 2 താടിയിൽ ഇങ്ങനെ കീറിട്ട് നോക്കുമ്പോ അവന്റെ നാവ് ലാ ഇലാഹ ഇല്ലല്ലാ ചൊന്നറൂല. ലാസ്റ്റ് വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ അവൻ ചൊന്നേ. ആ ഒരു പലക്കത്തെ കാരണം കൊണ്ട് അവന്റെ ദോഷം അല്ലാഹു തആല പുറത്തു കൊടുത്താൻ ചൊന്നിട്ടു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിൽ നമുക്ക് കാണുക സാധ്യമാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ല ദിക്ർ ആരോ ചൊല്ലണു, മരിക്കുമ്പോ മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാ, മരിക്കുമ്പോൾ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊന്നെങ്കിൽ അയാൾ ദഖലൽ ജന്ന, സ്വർഗ്ഗത്ത് കടത്തുണ്ട് ഹബീബായ നബി തങ്ങളെ ഹദീസിലേ ഉണ്ട്. അപ്പൊ ഹദീസിൽ ബന്ധെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ല ദിക്ർ എത്ര യാറെ ചൊന്നന മരിക്കുമ്പോ അത് ചൊല്ലുക സാധ്യമാവുള്ളൂ. ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മഈൻ റളിയല്ലാഹു അൻഹു ചൊല്ല അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലക്കാരനായ വലിയ മഹാൻ, അയാൾ മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന ചൊല്ല ഹദീസ് മുതല്ലിമീങ്ങൾക്ക് ദർസ് എടുക്കോ വന്നിട്ട് ദർസിൽ ഇങ്ങനെ തെച്ചിട്ട് കിതാബ് പുളിപ്പാട്ടിട്ട് ആ ഹദീസ് ചൊന്നു കൊടുത്തോണ്ടിരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ല അത് അയാൾ മരിക്കോ ചൊന്നരെന്തുമല്ല, മുതല്ലിമീങ്ങൾ മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാ അതിന്റെ അർത്ഥ വെച്ച് കൊടുക്കൂ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ല അവിടെ എത്തുമ്പോ അയാൾ വഫാത്തായി പോയിട്ടുണ്ടാ
എത്ര വലിയ നസീബാണ് അയാൾക്ക്. അതുകൊണ്ട് ഈ ദിക്ർ നിരന്തരമായിട്ട് ഞങ്ങൾ ചൊന്നുകൊണ്ട് വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ധാരാളം മഹത്വമുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക്. അപ്പോൾ അതുകൊണ്ട് യാറെ ചൊന്നെങ്കിൽ മരിക്കുമ്പോഴും നമുക്ക് ആ ദിക്ർ ചൊല്ലാൻ സാധ്യമാവും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.